എല്ലാവർക്കും നമസ്കാരം. ലോകം മുഴുവൻ യേശുദേവന്റെ ജയന്തി ക്രിസ്മസ് ആയിട്ട് സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, കരുതലിന്റെ അടയാളമായി യേശുദേവനെ ലോകം മുഴുവൻ ആ ജയന്തിയെ, ആ തിരുപ്പിറവിയെ ആഘോഷിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അത് ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ജാതി ഇന്നെന്ന ജാതി എന്നോ ഒന്നും നോക്കാതെ നമ്മളൊക്കെ ഈ ഒരു ദിവസം ഇതിനൊപ്പം ഏതൊരു മൂല്യമാണോ യേശുദേവൻ ലോകത്തിന് പകർന്നു നൽകിയത്, അത് നമ്മളിലൂടെ, ആ മൂല്യങ്ങളൊക്കെ നമ്മുടെ കരചരണങ്ങളിലൂടെ സഹചര്യത്തിലേക്ക് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. യേശുദേവൻ്റെതും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെതും രണ്ടുപേർക്കും ഒരുപാട് സമാനതകളുണ്ട്. അവരുടെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായി. ആ കഷ്ടപ്പാടുകളൊക്കെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവര് ആ യാതനകളെല്ലാം തന്നെ അവർക്കൊരു യാതനയായി മാറാതെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദിവസം യേശുദേവൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കുക എന്ന് പറയുന്ന വലിയ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന വലിയൊരു തത്വമാണ്. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും സ്നേഹിക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുക. ഈ ക്രിസ്മസ് ദിനം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അമേരിക്കയിലാണ് നമ്മളിപ്പോൾ. നല്ല തണുപ്പാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഐസിൻ്റെ മുകളിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതിമനോഹരമായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുള്ള ഒരു ചർച്ച് അന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എത്രയോ പേര് പ്രാർത്ഥന നടത്തുന്ന ദിവ്യമായ ആരാധനാലയം. ആ ആരാധനാലയത്തിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ.